ഞാൻ +1 പഠിക്കുന്ന സമയത്ത് ഞങ്ങളുടെ സ്കൂളിലേക്ക് പുതുതായി ഒരു അറബി ടീച്ചർ വന്നു. ആ ടീച്ചർ ക്ലാസ് എടുക്കുന്ന സമയത്ത് ഒരു വശത്ത് കൊട്ട് നടക്കും, ഒരു വശത്ത് പാട്ട് നടക്കും, ഒരു വശത്ത് ചിത്രരചന നടക്കും, ഒരു വശത്ത് പ്രണയം നടക്കും. ഞാനിത് പറയുന്നത് ആ ടീച്ചറിന് നന്നായി പഠിപ്പിക്കാൻ അറിയില്ല എന്ന് പറയാനോ ആ ടീച്ചർ പഠിപ്പിച്ചാൽ മനസ്സിലാകില്ല എന്ന് പറയാനോ അല്ല. ആ ടീച്ചർ നന്നായി പഠിപ്പിക്കും. പിന്നെ എന്താ പ്രശ്നമെന്ന് ചോദിച്ചാൽ ശബ്ദമില്ല. എൻ്റെ പുറകിലെ ബെഞ്ചിലിരിക്കുന്ന പെൺകുട്ടി തൊട്ടപ്പുറത്തിരിക്കുന്ന ആൺകുട്ടിയോട് വളരെ നേരത്തെ ശബ്ദത്തിൽ പറയുന്ന ഐ ലവ് യു വരെ കേൾക്കാം. ഈ ടീച്ചർ പറയുന്ന ക്ലാസ് കേൾക്കാൻ പറ്റില്ല. ഒരു അധ്യാപകനോ അധ്യാപികയോ ക്ലാസ് എടുക്കുമ്പോൾ അവരുടെ ശബ്ദം എന്ന് പറയുന്നത് ആ ക്ലാസ്സിലെ മറ്റു ശബ്ദങ്ങൾക്ക് മുകളിലായിരിക്കണം. ഇല്ലെങ്കിൽ ആ ക്ലാസ് വളരെ അരോചകമായിരിക്കും. ഇതുമൂലം ബുദ്ധിമുട്ടാൻ പോകുന്നത് ട്യൂഷന് പോകാൻ സാധിക്കാത്ത ഈ സ്കൂളിലെ ക്ലാസ്സുകളെ മാത്രം ആശ്രയിച്ച് വരുന്ന കുട്ടികളുടെ കാര്യമാണ്. ഒരു സ്കൂളിലേക്ക് അധ്യാപകനെയോ അധ്യാപികയോ തിരഞ്ഞെടുക്കുമ്പോൾ അവരുടെ ഡിഗ്രികളുടെ എണ്ണം നോക്കാതെ, ചോദ്യോത്തരങ്ങൾ ചോദിച്ച് സമയം പാഴാക്കാതെ ഒരു 10 മിനിറ്റ് നേരം ഏതെങ്കിലും ഒരു ക്ലാസ്സിലേക്ക് ആക്കി അവർ ക്ലാസ് എടുക്കുന്നത് എങ്ങനെയെന്ന് ബന്ധപ്പെട്ട അധികാരികൾ ഒന്ന് ശ്രദ്ധിച്ചാൽ നന്നായിരിക്കും. മറ്റൊന്നും നോക്കണ്ട, അവർക്ക് ശബ്ദമുണ്ടോ എന്ന്